നിയാനെ ഷാവ്യാവോ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. നിയാനെ വിട്ടുതരണമെങ്കിൽ പകരമായി ഷാങ്ലുവിന്റെ മരുന്ന് വിട്ടുകൊടുക്കണമെന്ന് ഷാവ്യാവോ സങ്ഷുവാനെ അറിയിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഷാങ്ലുവിന്റെ പക്ഷി അവരുടെ അടുത്തു വന്നു. മരുന്നുകൾ സങ്ഷുവാൻ ഷാങ്ലുവിന്റെ ആളുകളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ടെന്ന് അത് അറിയിച്ചു. ശരി, ഞാൻ നിയാനെ അവളുടെ ചേട്ടന്റെ അടുത്ത് എത്തിക്കാം എന്ന് ഷാവ്യാവോ ഷാങ്ലിയോട് പറഞ്ഞു. ഷുവാൻ ശരിക്കും ആരാണെന്ന് നിനക്കറിയാമോ? അവൻ ആരാണെന്നറിയില്ല, പക്ഷേ ഏതോ വലിയൊരു കുടുംബത്തിൽ നിന്നുള്ളവനാണെന്ന് ഉറപ്പാണ്. അവൻ ആരാണെന്ന് എനിക്കൊരു ഊഹമുണ്ട്. അതൊന്നൂടെ ഉറപ്പിക്കണം. അവൻ ഞാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ നിന്റെ കാര്യം അപകടമാണ്. അവന് സ്വന്തം കുടുംബമെന്ന് വെച്ചാൽ ജീവനാണ്. നീ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് അവളുടെ സഹോദരിയെയും. അവൻ നിന്നോട് ക്ഷമിക്കില്ല. അവൻ എന്തായാലും നിന്നെ കൊല്ലും. നിന്നെ ഇതിലേക്കെല്ലാം വലിച്ചിഴച്ചത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ അവന്റെ കഥ കഴിക്കുന്നതുവരെ നീ എന്റെ കൂടെ നിൽക്ക്. അതൊന്നും വേണ്ട. ഞാനെങ്ങനെ ഒരപകടം വരുമ്പോൾ മറ്റുള്ളവരുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരാളല്ല. നിന്റെ ഇഷ്ടം. പക്ഷേ ചത്തുപോവാതെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിന് പിടിച്ചു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഷാങ്ലു അവളെ വേദനിപ്പിക്കും. അവൻ കൈവിട്ട ഉടനെ അവൾ പോകാനായി ഇറങ്ങി. നമ്മളിനി എവിടെ വെച്ചെങ്കിലും കാണുമായിരിക്കും. അഥവാ കണ്ടില്ലെങ്കിൽ എന്നെ മറന്നു കളയണേ എന്ന് ഷാവ്യാവോ അവനോട് പറഞ്ഞു. എനിക്കാവശ്യം നിന്റെ രക്തമാണ്, നിന്നെയല്ല. ഷാവ്യാവോ നിയാനെയും കൊണ്ട് സങ്ഷുവാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. എന്റെ ചേട്ടൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പോകുന്ന വഴിയിൽ നിയാൻ പറഞ്ഞു. നീ എന്താ നിന്റെ ചേട്ടന്റെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ എന്ന് പറഞ്ഞ് ഷാവ്യാവോ അവളുടെ കീശയിൽ നിന്നും ഒരു കുപ്പിയെടുത്തു. എന്നിട്ടതിലെ മരുന്ന് നിയാനെ കൊണ്ട് കുടിപ്പിച്ചു. നീ എന്താണ് എന്നെ കുടിപ്പിച്ചത്? വിഷം. നിനക്ക് പുറത്തുനിന്നും വിഷമേൽക്കാതിരിക്കാൻ ഒരു രക്ഷ എഴുതി കെട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റെ അകത്തതില്ലല്ലോ. ഇനി നിന്റെ ചേട്ടൻ എന്നെ കൊല്ലാൻ വന്നാൽ നീയും എന്നോടൊപ്പം മരിക്കും. നിയാനങ്ങ് പേടിച്ച് കൊച്ചുകുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ഇത് കണ്ട് ഷാവ്യാവോ അവളെയും വലിച്ച് നടത്തം തുടർന്നു. അപ്പോഴേക്കും സങ്ഷുവാനും അവന്റെ ആളുകളും അവിടെ എത്തി. അവരെ കണ്ടതും അവൻ ഷാവ്യാവയെ അടിച്ചു താഴെയിട്ടു. എന്നിട്ട് നിയാനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ഷാവ്യാവയുടെ വായിൽ നിന്നാണെങ്കിൽ രക്തം വരാൻ തുടങ്ങി. ഷാവ്യാവയെ സങ്ഷുവാന്റെ ആളുകൾ പിടിച്ചുകൊണ്ടുവന്നു. ഇതിനിടയിൽ ഷാവ്യാവോ അവളെ വിഷം കഴിപ്പിച്ചിട്ടുണ്ടെന്ന് നിയാൻ സങ്ഷുവാനോട് പറഞ്ഞു. പക്ഷേ എത്ര ചോദ്യം ചെയ്തിട്ടും ഷാവ്യാവോ അതിന്റെ മറുമരുന്ന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് സങ്ഷുവാൻ ചോദ്യം ചെയ്യൽ പ്രഗത്ഭരായ രണ്ടുപേരെ കൊണ്ടുവന്നു. അവരൊരു പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിറയെ ശവം തീനികളായ വിരകളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഷാവ്യാവയുടെ കൈകളിൽ നിറയെ മനുഷ്യന്റെ ശവത്തിൽ നിന്നുള്ള ഒരു ദ്രാവകം പുരട്ടി. എന്നിട്ട് അവളുടെ കൈ ആ പെട്ടിക്കുള്ളിലാക്കി അടച്ചുവെച്ചു. ആ ദ്രാവകം പുരട്ടിയിട്ടുള്ളതുകൊണ്ട് ശവമാണെന്ന് കരുതി ആ വിരകൾ അവളുടെ കൈ തിന്നാൻ തുടങ്ങി. നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ അവളുടെ വായിൽ അവർ തുണി തിരികെ കയറ്റി. അവൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ചോദ്യം ചെയ്യുന്നവർ അവിടുത്തെ വിളക്കുകളെല്ലാം അണച്ച് അവളെ ഇരുട്ടത്ത് വിട്ടിട്ട് അവിടെ നിന്നും പോയി. ഷാവ്യാവയ്ക്കാണെങ്കിൽ വേദന താങ്ങാനാവുന്നില്ല. എന്നുവെച്ച് അവളും മിണ്ടാതെ ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഷാങ്ലുവിന്റെ പട്ടാള ക്യാമ്പിൽ വെച്ച് അവന്റെ ദേഹത്ത് സ്ഥാപിക്കാൻ അവളൊരു പ്രകാശകണിക പുറത്തെടുത്തിരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു വിഷപ്രാണിയാണ്, ഒരു പോയ്സൺ ബഗ്. അതിലൊന്നിനെ അവൾ അവളുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടിരുന്നു. മറ്റേത് ഷാങ്ലുവിന്റെ ശരീരത്തിലേക്ക് കടത്തിവിടാനായിരുന്നു അവൾ ആലോചിച്ചിരുന്നത്. പക്ഷേ അപ്പോഴേക്കും അവൻ ഉണർന്നു. അതുകൊണ്ട് അവൾക്കതിന് കഴിഞ്ഞില്ല. അവളുടെ കയ്യിൽ ഇപ്പോഴും ആ വിഷപ്രാണിയുണ്ട്. അവളത് സങ്ഷുവാന്റെ നേർക്കയച്ചു. ആ സമയത്ത് മറ്റൊരു മുറിയിൽ സങ്ഷുവാൻ ചെറുപ്പകാലത്തെ ഷാവ്യാവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എന്തോ വന്ന് അവന്റെ പുറത്തു തട്ടിയതായി അവന് തോന്നിയത്. അവൻ തിരിഞ്ഞു നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. പക്ഷേ അപ്പോഴേക്കും ആ വിഷപ്രാണി അവന്റെ ശരീരത്തിലേക്ക് കടന്നിരുന്നു. ഇതേസമയം തുഷാൻജിങ് ഷാങ്ലിയെ കാണാനായി ചെന്നു. ഷാവ്യാവയെ രക്ഷിക്കണം, അതിന് പകരമായി ഞാൻ എന്തു വേണമെങ്കിലും തരാം എന്നവൻ ഷാങ്ലുവിനോട് പറഞ്ഞു. എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട. എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ അതെനിക്ക് ഷാവ്ലുവാണ് തരേണ്ടത്. അങ്ങനെ അന്ന് രാത്രി സങ്ഷുവാന്റെ ആളുകളെ ആരോ ആക്രമിച്ചു. പിന്നെ ഷാവ്യാവോ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ തുഷാൻജിങ് ഉണ്ട്. അവരിപ്പോഴുള്ളത് ചെൻറോങ് പട്ടാള ക്യാമ്പിലാണ്. അവനും ഷാങ്ലിയും കൂടെയാണ് ഷാവ്യാവയെ രക്ഷിച്ചത്. നിങ്ങളത് ചെയ്യണമെന്നില്ലായിരുന്നു. എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഷാവ്യാവോ പറഞ്ഞു. ആ വിഷത്തിനുള്ള മറുമരുന്ന് താ. അത് അവർക്ക് കൊടുത്താൽ അവർക്ക് നിന്നോടുള്ള വൈരാഗ്യമെല്ലാം തീരും. ഞാനതിന് അവളെ കുടിപ്പിച്ചത് വിഷമൊന്നുമല്ല. ഞാൻ അവളെ വെറുതെ പറ്റിച്ചതാ. ഞാൻ വിഷം കൊടുത്തിട്ടുണ്ടെന്ന് കരുതി സങ്ഷുവാൻ വൈദ്യനെ കൊണ്ടുവരും. പക്ഷേ അവർക്ക് വിഷം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടുതന്നെ വിഷത്തിന്റെ മറുമരുന്ന് കണ്ടുപിടിക്കുന്നതുവരെ അവരെന്നെ ജീവനോടെ നിലനിർത്തും. എന്നാലും ഇതുകൊണ്ട് കുറച്ചുനേരം മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ വിഷം പ്രയോഗിച്ചു. നിയാന്റെ മേലല്ല, ഷുവാന്റെ മേൽ. ഞാൻ ഷുവാന്റെ ശരീരത്തിലേക്ക് ഒരു വിഷപ്രാണിയെ കടത്തിവിട്ടിട്ടുണ്ട്. അതുപോലൊന്ന് എന്റെ ശരീരത്തിലുമുണ്ട്.
ഇനി എന്റെ ശരീരം എപ്പോഴൊക്കെ വേദനിക്കുന്നുവോ ആ വേദന മുഴുവൻ സംശയാനും അറിയും. യഥാർത്ഥത്തിൽ ഇത് ഷാങ്ലുവിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഈ വിഷം ഷാങ്ലുവിന്റെ ശരീരത്തിൽ കടത്തിവിട്ടാൽ അവൻ ശ്യാവ്യാവയെ ഉപദ്രവിക്കുമ്പോഴെല്ലാം ആ വേദന അവനും അറിയും. അതുകൊണ്ട് അവൻ അവളെ വേദനിപ്പിക്കുന്നത് നിർത്തും. അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഷാങ്ലു ആ മുറിക്ക് പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട്. ശ്യാവ്യാവ തുടർന്നു, തുഷാൻജിങ്, ഞാനൊരിക്കൽ നിന്നെ രക്ഷിച്ചു. അതിനു പകരം നീ എന്നെയും രക്ഷിച്ചു. നമ്മൾ തമ്മിലുള്ള കണക്കുകളെല്ലാം തീർന്നു. എന്നെ സംരക്ഷിക്കാനുള്ള വഴികളൊക്കെ എനിക്ക് തന്നെ അറിയാം. ഇത് കേട്ട് തുഷാൻജിങ് നിരാശയോടെ അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞ് ശ്യാവ്യാവ് പുറത്തേക്ക് വന്നു. നോക്കിയപ്പോൾ മുറിക്ക് പുറത്തെ മരത്തിന് മുകളിലതാ ഷാങ്ലു ഇരിക്കുന്നു. അവനെല്ലാം കേട്ടുവെന്ന് അവൾക്ക് മനസ്സിലായി. ആ സമയത്ത് അവൾ വേദന സംഹാരികൾ കഴിക്കുന്നത് നിർത്തിയിരുന്നു. ഷാങ്ലു പറഞ്ഞു, നീ സംശുവാന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുപോയി അവന്റെ ശരീരത്തിൽ വിഷം പ്രയോഗിച്ചു. അവൻ നിന്നെ ഇനി വെറുതെ വിടില്ല. അവൾ പറഞ്ഞു, അവൻ വിചാരിച്ചാൽ ആ വിഷപ്രാണിയെ അവന്റെ ശരീരത്തിൽ നിന്ന് നീക്കാൻ കഴിയില്ല. അതിന് ഞാൻ തന്നെ വേണം. അവൾ ഉദ്ദേശിച്ചത് ആ വിഷപ്രാണി അവളുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവൻ അവളെ ഒന്നും ചെയ്യില്ല. അടുത്ത ദിവസമായി ശ്യാവ്യാവയുടെ വിഷം ശുവാന്റെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അവന്റെ 2 കൈകളിലും കഠിനമായ വേദന തുടങ്ങി. അടുത്ത ദിവസം തുഷാൻജിങ് വീണ്ടും ശ്യാവ്യാവയുടെ മുറിക്ക് പുറത്തെത്തി. അവളെ വിളിക്കാതെ അവനൊരു പാത്രം അവളുടെ മുറിയുടെ മുന്നിൽ വെച്ചു. അതിനകത്ത് ജേഡ് പർവ്വതത്തിൽ നിന്നുള്ള ഗുഷ്വേ രത്നങ്ങളായിരുന്നു. അവളുടെ കയ്യിലെ മുറിവുണങ്ങാനായി അത് സഹായിക്കും. ഷാങ്ലു അത് ശ്യാവ്യാവയ്ക്ക് കൊണ്ടുകൊടുത്തു. പക്ഷേ അതുപയോഗിക്കാൻ ശ്യാവ്യാവ തയ്യാറായില്ല. അവളുടെ കയ്യിലെ വേദന കുറഞ്ഞാൽ സംശുവാന്റെ കയ്യിലെ വേദനയും കുറയും. അവൻ കുറച്ച് വേദന അനുഭവിക്കണം. അതിനായി ശ്യാവ്യാവ വേദന തിന്നുകയാണ്. അവസാനം ഒട്ടും സഹിക്കാൻ വയ്യാതായപ്പോൾ അവൾ അവളുടെ കൈ ആ പാത്രത്തിനകത്ത് വെച്ചു. അവൾക്ക് നല്ല ആശ്വാസം തോന്നാൻ തുടങ്ങി. ഈ സമയത്ത് സംശുവാനും വേദന സഹിക്കാൻ കഴിയാതെ നരകിക്കുകയാണ്. അവൻ വൈദ്യനെ വിളിച്ചു. ആ വൈദ്യൻ ചെൻറോങ് രാജാവിന്റെ വൈദ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇതൊരു വിഷപ്രാണിയാണ്, അത് നീക്കാൻ എനിക്കാവില്ല. എന്നിട്ട് അദ്ദേഹം അവന് വേദന സംഹാരികൾ കൊടുത്തു. അത് കഴിച്ചപ്പോൾ സംശുവാന് കുറച്ച് ആശ്വാസം തോന്നി. ആ സമയത്താണ് ജുന്നി അവിടെ വരുന്നത്. ശ്യാവ്യാവ് എവിടെയാണുള്ളതെന്ന് അവൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞു ശ്യാവ്യാവ് ഒരു ശബ്ദം കേട്ട് പുറത്തു വന്നു നോക്കിയപ്പോൾ ഷാങ്ലു അവന്റെ ആളുകളെയും കൂട്ടി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി നിൽക്കുന്നു. ശുവാൻ എന്നെ കൊല്ലാൻ വരുന്നുണ്ട്. ഞാനും അവനെ കൊല്ലാൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളിൽ ഒരാളുടെ മരണത്തിൽ മാത്രമേ ഈ യുദ്ധം അവസാനിക്കൂ. അതുകൊണ്ട് അതുവരെ നീ എവിടെയെങ്കിലും പോയി ഒളിക്കണം. അപ്പോഴേക്കും സംശുവാൻ അവന്റെ ആളുകളെയും കൊണ്ടെത്തി. അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. ഷാങ്ലുവിന് ഒരു വിധത്തിലും സംശുവാനെ കീഴ്പ്പെടുത്താനാവുന്നില്ല. ശ്യാവ്യാവ് ഇതെല്ലാം അവിടെ ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്. ഉടനെ ശ്യാവ്യാവയ്ക്കൊരു ബുദ്ധി തോന്നി. അവൾ അടുത്തുണ്ടായിരുന്ന ഒരു പാറക്കല്ലിൽ അവളുടെ കൈ കൊണ്ടിടിച്ചു. അവൾക്ക് നന്നായി വേദനിച്ചു. പെട്ടെന്ന് സംശുവാന്റെ കൈയും വേദനിക്കാൻ തുടങ്ങി. അവൻ ഒരു നിമിഷം നിന്നുപോയി. ഇത് കണ്ട് ഷാങ്ലു ശ്യാവ്യാവ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ഉടനെ സംശുവാനും അവിടേക്ക് നോക്കി. അവൻ ശ്യാവ്യാവയെ കണ്ടു. സംശുവാൻ വീണ്ടും ഷാങ്ലുവിനെ ആക്രമിച്ചു. ഉടനെ നിന്റെ മറ്റേ കൈ എന്ന് ഷാങ്ലു വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ശ്യാവ്യാവ് മറ്റേ കൈയും കല്ലിലിടിച്ചു. വലത്തേക്കാൽ എന്ന് ഷാങ്ലു വീണ്ടും പറഞ്ഞു. ശ്യാവ്യാവ് വലത്തേക്കാൽ കല്ലിൽ കൊണ്ടിടിച്ചു. ആ വേദന കൊണ്ട് സംശുവാൻ വീണുപോയി. ആ സമയത്താണ് സംശുവാന്റെ കയ്യിൽ നിന്നും ഒരു സാധനം ശ്യാവ്യാവയുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നത്. അതൊരു ചെറിയ പെട്ടിയായിരുന്നു. അതിൽ നിന്നും പുറത്തേക്ക് വീണത് 9 വാലുകളുള്ള കുറുക്കന്റെ ഒരു വാൽ തൂക്കിയ തൊങ്ങലാണ്. അതെ, പണ്ട് ചെറുപ്പത്തിൽ ശ്യാവ്യാവോ അവളുടെ ചേട്ടൻ സംശുവാന് കൊടുത്ത സമ്മാനം. ഈ ശുവാൻ അവളുടെ ചേട്ടൻ സംശുവാനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഈ സമയമായപ്പോഴേക്കും ഷാങ്ലു സംശുവാനെ വീഴ്ത്തിക്കഴിഞ്ഞിരുന്നു. അവൻ സംശുവാന്റെ ശരീരം തീ കൊണ്ട് ബന്ധിച്ചു. ഷാങ്ലുവിന്റെ കൈകളിലെ നഖങ്ങൾ നീണ്ടു കൂർത്തു വന്നു. അതും കൂടെ കണ്ടപ്പോൾ മരണം മുന്നിലെത്തിക്കഴിഞ്ഞുവെന്ന് സംശുവാന് മനസ്സിലായി. മരണം മുന്നിലെത്തുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുമെന്നാണല്ലോ പറയാറ്. സംശുവാന്റെ മനസ്സിലും അവനെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ കടന്നുവന്നു. ഞാൻ നിന്നെ എന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് അവൻ ചെറുപ്പത്തിൽ ശ്യാവ്യാവയ്ക്ക് വാക്കു കൊടുത്തിരുന്നു. അതവന് ഇനിയും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. എന്നോട് ക്ഷമിക്കണം എന്നവൻ മനസ്സിലെ ശ്യാവ്യാവയോട് പറഞ്ഞു. ഷിയാൻ രാജാവിന്റെ കൊച്ചുമകനെ, നിന്റെ കഥ ഇന്നത്തോടെ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷാങ്ലു അവന്റെ നേർക്കടുത്തു. പെട്ടെന്ന് ശ്യാവ്യാവ് അവരുടെ ഇടയിൽ കയറി നിന്നു. അപ്പോഴേക്കും ഷാങ്ലു അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അവന്റെ നഖങ്ങൾ ശ്യാവ്യാവയുടെ പുറത്ത് ആഴ്ന്നിറങ്ങി. ശ്യാവ്യാവ് താഴെ വീണു. ഈ തക്കത്തിന് ഷാങ്ലു വീണ്ടും സംശുവാന്റെ നേർക്കടുത്തു. പക്ഷേ ശ്യാവ്യാവ് ഷാങ്ലുവിന്റെ കാലുകളിൽ മുറുകി പിടിച്ചു. ഇതിനിടയിൽ സംശുവാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. താഴെ വീണ ശ്യാവ്യാവയെ ഷാങ്ലു താങ്ങി പിടിച്ചു.
കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സംശുവാൻ അവന്റെ താവളത്തിൽ തിരിച്ചെത്തി. ഷാവ്യാവയുടെ ദേഹത്തേറ്റ മുറിവുകൾ കാരണം അവൾക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ആ വേദന സംശുവാനും അനുഭവിക്കുന്നുണ്ട്. അവന്റെ വേദനയുടെ കാരണം അവനിപ്പോൾ അറിയാം. ഈ വിവരം അവനവന്റെ വൈദ്യനോട് പറഞ്ഞു. ഇതൊരു വിഷപ്രാണി കാരണമാണ്. പക്ഷേ ഈ വിഷമിറക്കാൻ എനിക്ക് കഴിവില്ല. എന്നാൽ ഇതിനെക്കുറിച്ചറിയാവുന്ന കുറച്ചാളുകളെ എനിക്കറിയാം. ഞാൻ അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കാം എന്ന് വൈദ്യൻ പറഞ്ഞു. അതിനുശേഷം സംശുവാൻ ജിങ്ങിയെ വരുത്തി. നീ വൈദ്യശാല നിരീക്ഷിക്കാൻ ഒരാളെ അയക്കണം. അവിടെ എന്ത് നടന്നാലും എന്നെ അറിയിക്കണം. എന്നെ രക്ഷിച്ചതിന് പിന്നിൽ അവന് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. ഇതേസമയം ഷാങ്ലു ഒരാൾക്ക് വേണ്ടി കൊലയാളിയായി ജോലി ചെയ്തു. അതിന് പ്രതിഫലമായി അവൻ ചോദിച്ചത് ഗൂഷ്വേ രത്നങ്ങളായിരുന്നു. കൂടെ കുറച്ച് വേദന സംഹാരികളും. ആ ജോലിക്കിടയിൽ ഷാങ്ലുവിനാണെങ്കിൽ നന്നായി പരിക്കേറ്റിട്ടുമുണ്ട്. അതൊന്നും വകവെക്കാതെ അവൻ ഷാവ്യാവയുടെ അടുത്തെത്തി. ഷാവ്യാവയ്ക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. അവനുടനെ ആ ഗൂഷ്വേ രക്തത്തിന്റെ ഊർജം അവളുടെ നേർക്കയച്ചു. അടുത്ത ദിവസമായി ഷാവ്യാവ് പതിയെ കണ്ണു തുറന്നു. അവൾക്കിപ്പോഴും മുറിവുകളൊന്നും ഭേദമായിട്ടില്ല. അവൾ കണ്ണു തുറന്നത് കണ്ട് ഷാങ്ലു ചോദിച്ചു, നീ എന്തിനാണ് ഷുവാനെ രക്ഷിച്ചത്? അവൾ പറഞ്ഞു, ഷുവാൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിന്റെ വീട്ടിൽ തങ്ങിയിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു. നീ എന്തിനാണ് എന്റെ മുറിവുകൾ ഉണങ്ങാനായി എന്റെ അരികിൽ തന്നെ കാത്തിരിക്കുന്നതെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, നീ എന്നെ ശുശ്രൂഷിക്കുകയല്ലായിരുന്നു, പകരം ഷുവാനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. തുഷാൻജിങ് എന്നെ ആ മലമുകളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ഷിയാൻ സൈന്യത്തിന് നിന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അവനും അറിയാം. പക്ഷേ നിനക്ക് സംശുവാനെ വെളിയിൽ കൊണ്ടുവരണമായിരുന്നു. അതുകൊണ്ട് നിന്റെ ചൂണ്ടയിലെ ഇരയായി നീ എന്നെ ഉപയോഗിച്ചു. എന്നെ ഉപയോഗിച്ച് ഷുവാനെ കൊല്ലാനായിരുന്നു നിന്റെ പദ്ധതി. അതുകൊണ്ടെന്താ എന്ന് ഷാങ്ലു ചോദിച്ചു. ഷുവാൻ ഷിയാൻ രാജ്ഞിയുടെ കൊച്ചുമകനാണ്, അടുത്ത കിരീടാവകാശി. ഞാൻ കാരണം അവൻ മരിച്ചാൽ ഷിയാൻ രാജാവ് വെറുതെ ഇരിക്കില്ല. പിന്നെ എനിക്ക് ഈ ലോകത്ത് സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. നീ അവൻ ആരാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവൾ പറഞ്ഞു, ഞാൻ അവന്റെ സൈനികർ പറയുന്നത് കേട്ടു, രാജകുമാരനെ രക്ഷിക്കണമെന്ന്. ഇതെല്ലാം കേട്ട് അവന് ദേഷ്യം വന്നു. അവന്റെ പദ്ധതി ഷാവ്യാവ് പൊളിച്ചു കളഞ്ഞില്ലേ? അവൻ അവളുടെ കഴുത്തിൽ പിടിച്ചു ഞെരുക്കി. എന്നെ കൊല്ലണമെങ്കിൽ അങ്ങ് കൊന്നേക്ക് എന്ന് ഷാവ്യാവ് പറഞ്ഞു. അങ്ങനെ എളുപ്പത്തിൽ ഞാൻ നിന്നെ കൊല്ലില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിൽ കടിച്ചു. കഴുത്തിൽ ആരോ കടിച്ചതുപോലുള്ള വേദന കൊണ്ടാണ് ഷുവാൻ രാത്രി ഞെട്ടി എഴുന്നേറ്റത്. ഇവന് പ്രാന്താണോ ഇത്രയും മുറിവേറ്റി കിടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ഷാവ്യാവ് മറ്റെന്തോ ചെയ്യുകയാണെന്നാണ് ഷുവാൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഷാവ്യാവയുടെ രക്തം കുടിക്കുന്ന സമയത്തും ഷാങ്ലിയുവിനും എന്തോ ഒരു തോന്നൽ. അവൻ അവളുടെ ദേഹത്ത് സ്പർശിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഷാവ്യാവ് അവന്റെ കൈ തട്ടിമാറ്റി. ഞാനൊരു പുരുഷനാണ് എന്നവൾ പറഞ്ഞു. നീ എന്ത് മായാവിദ്യ ഉപയോഗിച്ചാണ് നിന്റെ രൂപം മാറ്റിയത് എന്ന് ഷാങ്ലു ചോദിച്ചു. ഞാനൊരു വിദ്യയും ഉപയോഗിച്ചിട്ടില്ല. ഞാനൊരു പുരുഷനാണ്. സംശയമുണ്ടെങ്കിൽ വാ, എന്റെ ശരീരം തൊട്ടുനോക്ക് എന്നവൾ പറഞ്ഞു. നിന്റെ ഈ ഫേക്ക് ബോഡിയൊന്നും എനിക്ക് തൊട്ടുനോക്കണ്ട എന്ന് ഷാങ്ലു പറഞ്ഞു. നിനക്ക് ആഗ്രഹമുണ്ടെന്ന് കരുതി എനിക്ക് പെട്ടെന്ന് ഒരു പെൺഭൂതമൊന്നും ആവാൻ കഴിയില്ലല്ലോ എന്ന് ഷാവ്യാവ് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ ഷാങ്ലുവിന്റെ കൺട്രോൾ അങ്ങ് പോയി. ആത്മസംയമനം വീണ്ടെടുക്കാനായി അവനൊരു പാറപ്പുറത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. ഈ സമയം യേശീച്ചി ഷാവ്യാവയുടെ മുറിയിൽ വീണ്ടും എത്തി. പക്ഷേ അവിടെ ഷാവ്യാവ് ഇല്ലായിരുന്നു. ഉടനെ അവൻ അവിടുത്തെ വായുവിനെ നിയന്ത്രിച്ച് ഷാവ്യാവ പോയ വഴിയെ പോവാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞു. അപ്പോഴേക്കും ഷാവ്യാവയുടെ അവസ്ഥ വീണ്ടും മോശമായി തുടങ്ങി. അതുകണ്ട് ഷാവ്യാവയ്ക്ക് എന്തെങ്കിലും മരുന്ന് കൊണ്ടുവരാനായി ഷാങ്ലു പുറത്തേക്ക് പോയി. ആ സമയത്താണ് യേശീച്ചി അവിടെ എത്തുന്നത്. അവൻ ഉടനെ അവളെ അവിടുന്ന് എടുത്തുകൊണ്ടുപോയി. അവൻ അവളെ അവന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. അവൻ ദിവസങ്ങളോളം ഷാവ്യാവയെ ശുശ്രൂഷിച്ചു. എന്നാലും ഉറക്കത്തിൽ അവൾ വിളിക്കുന്നത് ഷാങ്ലുവിന്റെ പേരാണ്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. അവസാനം ഒരു ദിവസം ഷാവ്യാവ് ഉണർന്നു. അവളുടെ മുറിവുകളെല്ലാം ഭേദമായിരുന്നു. അവൾ എഴുന്നേറ്റത് കണ്ട് യേശുച്ചിക്ക് സന്തോഷമായി. അവൻ അവളുടെ കവിളിൽ തൊട്ടു. സന്തോഷം കൊണ്ടവളെ കെട്ടിപ്പിടിച്ചു. ആ സമയത്താണ് അവന്റെ വേലക്കാരി അവിടെ വരുന്നത്. ആ വേലക്കാരിയെ കണ്ടപ്പോഴാണ് ഷാവ്യാവയ്ക്ക് ഓർമ്മ വന്നത്. ഇത് യേശീച്ചിയല്ല, മറിച്ച് തുഷാൻജിങ് ആണ്. അവൾ തുഷാൻജിങ്ങിനോട് പറഞ്ഞു, എന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ തിരിച്ചും അങ്ങയെ സഹായിക്കാം. എന്റെ വീട്ടിലുള്ളവർ എന്നെ കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി. അവന് ഇത്തവണയും നിരാശയാണ് ഫലം. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഷാവ്യാവോ സുഖപ്പെട്ടു. അവൾ വീണ്ടും അവളുടെ ജോലിയിൽ തിരിച്ചെത്തി. ഇപ്പോഴവൾക്കൊരു പുതിയ സഹായിയുണ്ട്, സാങ് തിയാനർ. ഷാവ്യാവ് മുമ്പ് ചാൻസുവിന് മരുന്നുകളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് സാങ് തിയാനർ കണ്ടിരുന്നു. അതെല്ലാം കണ്ട് അവളും കുറച്ചൊക്കെ വൈദ്യം പഠിച്ചു തുടങ്ങിയിരുന്നു. അവൾ ചെയ്യുന്നത് കണ്ട് ഷാവ്യാവ് അവളോട് പറഞ്ഞു, നീ മിടുക്കിയാണ്, നിനക്ക് വൈദ്യം പഠിക്കാൻ കഴിയും.
ഞാൻ 20 വർഷം ചാൻസുവിനും മാസുവിനും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവരെ കൊണ്ട് ഇതിന് കഴിയില്ല. എന്നാൽ നിനക്കതിന് കഴിയും. ഞാൻ നിനക്ക് വന്ധ്യതാ ചികിത്സയെക്കുറിച്ച് പഠിപ്പിച്ചു തരാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. ഇത് കേട്ടതും സാങ്ത്യാനർ ഷാവ്യാവയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നു. ഞാനും ചാൻസുവും വിവാഹിതരായിട്ട് കുറേ കാലമായി. ഞാൻ അവനോട് പലപ്പോഴും വഴക്കിടുന്നത് അവനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എനിക്കാരെയും ആശ്രയിക്കാനില്ലാത്തതുകൊണ്ടാണ്. എന്റെ കുടുംബവും പണമുള്ളവരല്ല. എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വഴിയും കാണുന്നില്ലായിരുന്നു. ലിയോ ചേട്ടാ, നന്ദിയുണ്ട് എനിക്കൊരു ജീവിതമാർഗം തുറന്നു കാട്ടി തന്നതിന്. ഇത് കേട്ട് ഷാവ്യാവ അവളെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ടവൾ പറഞ്ഞു, ഭാവിയിൽ നീയും ചാൻസുവും ചേർന്ന് അമ്മാവൻ മൂവെ നോക്കണം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞും അമ്മാവൻ മൂ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളോട് അമ്മാവൻ മൂയെ നോക്കാൻ പറയണം. ഇത് കേട്ട് സാങ്ത്യാനറിന് സംശയമായി. ലിയോ ചേട്ടാ, ചേട്ടൻ ഇവിടം വിട്ട് പോവുകയാണോ? ഞാൻ എന്തായാലും ചാൻസുവിനെയും അമ്മാവൻ മൂവിനെയും നോക്കും. ആരാണ് ഇവിടം വിട്ടു പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ സമയം ഒരാൾ അവിടെ കയറി വന്നു. സംശുവാനെ ഷാവ്യാവ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവൾ അവനെ സ്വീകരണ മുറിയിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല. ശുവാൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നവൾ ചോദിച്ചു. നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? നിങ്ങൾ മരിച്ചാൽ അതിനോടൊപ്പം ഞാനുണ്ടാക്കിയ ഈ വിഷപ്രാണിയും ചത്തുപോകും. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണിത്. പിന്നെ ഞാൻ നിയാനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അവളെ പറഞ്ഞു പറ്റിച്ചതാണ്. പക്ഷേ നിങ്ങളുടെ ആളുകൾ എന്നെ ഉപദ്രവിച്ചു. അതിന് ഞാൻ തിരിച്ചും ഒരു ചെറിയ പ്രതികാരം ചെയ്തു. അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഷാങ്ലു എന്നെ ഒരു കുടുക്കിൽപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ഇതെല്ലാം കേട്ട് സംശുവാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. എന്റെ ഉള്ളിലെ ആ വിഷപ്രാണിയെ നീ എപ്പോഴെടുത്ത് കളയും? നിങ്ങൾ ചിങ്ഷയെ വിടുന്ന സമയത്ത്. അതെന്താ ഇപ്പൊ എടുക്കാത്തത്? നിങ്ങളടുത്ത് തന്നെ ചിങ്ഷയെ വിടുമെന്ന് എനിക്കറിയാം. ആ സമയത്ത് ഞാൻ ഈ വിഷപ്രാണിയെ തീർച്ചയായും എടുത്തു കളയും. അത് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാക്കില്ല. എനിക്കെന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുമുണ്ടാവും. അത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ അത്രയും കാലം എനിക്ക് സമാധാനമായി ജീവിക്കാലോ. സത്യം പറഞ്ഞാൽ ഷാവ്യാവയ്ക്ക് ആ വിഷപ്രാണിയെ എങ്ങനെ എടുത്തു കളയണമെന്ന് അറിയില്ല. അതാണ് കാര്യം. പക്ഷേ അതവൾക്ക് സംശുവാനോട് പറയാൻ കഴിയില്ലല്ലോ. തിരിച്ചിറങ്ങാൻ നേരം സംശുവാൻ പറഞ്ഞു, ഇടയ്ക്കൊക്കെ മദ്യശാലയിലേക്ക് വാ. പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം. നിന്റെ ആഗ്രഹങ്ങളൊക്കെ കുറച്ചൊന്ന് അടക്കി വെക്കാം. എന്ത് എന്നവൾ ചോദിച്ചു. അവൻ കഴുത്തിൽ കൈതൊട്ട് കാണിച്ചു. ഷാവ്യാവ് ചിരിച്ചുപോയി. വീട്ടിൽ തിരിച്ചെത്തിയിട്ടും സംശുവാന് ഷാവ്യാവ് പറഞ്ഞതൊന്നും വിശ്വാസം വരുന്നില്ല. അവൻ വീണ്ടും വൈദ്യനെ വരുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഈ വിഷം നീക്കാൻ അതുണ്ടാക്കിയ ആൾക്ക് മാത്രമേ കഴിയൂ. അത് മാത്രമല്ല, ഇതുണ്ടാക്കിയ ആൾ മരിച്ചാൽ ആ വിഷമേറ്റയാളും മരിക്കും. അവനിത് അങ്ങയെ നിയന്ത്രിക്കാനായി ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ചിങ്ഷയിൽ ഇപ്പോൾ മഞ്ഞുകാലമാണ്. ഷാവ്യാവോ അവളുടെ കൊച്ചു കുടുംബത്തിൽ സന്തോഷമായി ജീവിച്ചു വരികയാണ്. ധ്യാനർ ഇപ്പോൾ ഷാവ്യാവയുടെ കയ്യിൽ നിന്നും വൈദ്യമെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ജീവിതം സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലെല്ലാം ഷാങ്ലു ഇടയ്ക്കിടയ്ക്ക് ഷാവ്യാവോ അറിയാതെ അവളെ വന്ന് കാണാറുണ്ട്. അങ്ങനെ നല്ല മഞ്ഞുള്ളൊരു ദിവസം സംശുവാൻ നിയാനുമൊത്ത് തണുപ്പകറ്റാനായി മദ്യം കഴിക്കുകയാണ്. നിയാൻ ഷാവ്യാവയെ പോലെയല്ല. കുറച്ചു കഴിച്ചപ്പോൾ തന്നെ അവൾക്ക് തലയ്ക്ക് പിടിച്ചു. ഉടനെ ഹൈത്താങ് വന്ന് അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്തെല്ലാം സംശുവാൻ ഷാവ്യാവയെക്കുറിച്ചാണ് ഓർക്കുന്നത്. അന്ന് രാത്രി ഷാവ്യാവോ സംശുവാന്റെ മദ്യശാലയിലെത്തി. അവൾ വാതിൽക്കൽ ഒരു നിമിഷം സംശയിച്ചു നിന്നു. പെട്ടെന്ന് സംശുവാൻ വാതിൽ തുറന്നു അവളെ അകത്തേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അവൾക്ക് കുറച്ച് മദ്യം ഒഴിച്ചു കൊടുത്തു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൾബറി വൈൻ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ ചേട്ടന്റെ ഒപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. ജനലിലൂടെ അവൾ വെളിയിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ മുറ്റത്തുള്ള ഒരു മരത്തിൽ ഇപ്പോഴും നിറയെ പൂക്കളുണ്ട്. ഈ തണുപ്പുകാലത്തും ഇതിൽ നിറയെ പൂക്കളുണ്ടല്ലോ എന്ന് ഷാവ്യാവ് അതിശയത്തോട് ചോദിച്ചു. അത് നിയാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിവിടെ വെച്ചത് എന്നവൻ പറഞ്ഞു. അല്ല, നിയാൻ എവിടെ? നിയാൻ അധികം കുടിക്കാൻ കഴിയില്ല. അവൾ പോയി കിടന്നുറങ്ങി. ഷാവ്യാവോ സംശുവാൻ ഒഴിച്ചു കൊടുത്ത മദ്യം കുടിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണു നിറഞ്ഞു. അവൾ സംശുവാന്റെ കയ്യിൽ നിന്നും വീണ്ടും വീണ്ടും മദ്യം വാങ്ങി കഴിച്ചു. അതിനിടയിൽ അവൾ ചോദിച്ചു, നിങ്ങൾ ശരിക്കും എന്തിനാണ് ഈ ചിങ്ഷയിലേക്ക് വന്നത്? എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് എന്ന് സംശുവാൻ പറഞ്ഞു. ഓ, നിയാൻ ഈ സ്ഥലം കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്ന് ഷാവ്യാവ് ചോദിച്ചു. അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത് എന്നവൻ ചോദിച്ചു. അത് കേട്ട് അതിന് മറുപടിയൊന്നും പറയാതെ അവൾ വീണ്ടും കുറേ മദ്യമെടുത്തു കുടിച്ചു. എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ കിടന്നുറങ്ങി. ആദ്യം ഇവൻ വെറുതെ അഭിനയിക്കുകയാണ് എന്നാണ് സംശുവാൻ കരുതിയത്. അവന്റെ മനസ്സിൽ അവരിപ്പോഴും ശത്രുക്കളാണല്ലോ. ഷാവ്യാവോ അവിടെ ശരിക്കും കിടന്നുറങ്ങിയത് കണ്ട് അവന് അത്ഭുതമായി. അടുത്ത ദിവസം തോഷാൻജിങ് വീണ്ടും യേശിച്ചിയായി മാറി ഷാവ്യാവയുടെ വീട്ടിലെത്തി. അവനവൾക്ക് കുറച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
പക്ഷേ ശ്യാവ്യാവോ ആണെങ്കിൽ അവനെ ശ്രദ്ധിക്കുന്നേയില്ല. അവൾ പറഞ്ഞു, നീ ഇപ്പോൾ പണ്ടത്തെ ആരോരുമില്ലാത്ത യേശിച്ചൊന്നുമല്ല. തൂഷാൻ കുടുംബത്തിന് എന്റെ ആവശ്യമില്ല. പക്ഷേ ഇത് കേട്ടിട്ടും അവൾ അവനെ ശ്രദ്ധിക്കുന്നേയില്ല. അവസാനം നിരാശയോടെ അവൻ വീണ്ടും തിരിച്ചുപോയി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.